തള്ളു 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 തള്ളാസ് വണ്ടി, തള്ളു 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 തള്ളിപ്പൊലി വണ്ടി. ഹലോ ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ഷിറാസ്. ഐ ആം ഫ്രം കണ്ണൂർ. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഇതിനെക്കുറിച്ചാണ്. വെൽക്കം ടു തള്ളുവണ്ടി വ്ളോഗ്സ്. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ടാറ്റയുടെ ടാറ്റ ഹാരിയർ. വളരെ ആഗ്രഹം കൊണ്ട് വാങ്ങിയതാണ്. ഇത് വാങ്ങിയത് KVR ഡ്രീംസ് കണ്ണൂർ ഷോറൂമിൽ നിന്നാണ്. വാങ്ങിയ ഡേറ്റ് 2020 ഒക്ടോബർ 23 ഇത് വാങ്ങിയതിന് ശേഷം 8 മാസത്തിന് ശേഷം ഇതിൻ്റെ പ്രോബ്ലംസ് കാരണം എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എപ്പോഴും നമ്മൾ റോഡിൽ ഇറക്കിയോ ആ ദിവസം ഇത് ബ്രേക്ക് ഡൗൺ ആവുകയാണ്. എൻ്റെ ബിസിനസ് കോഴിക്കോടാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് കണ്ണൂരിലേക്കും കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്കും മന്ത്ലി 2 തവണ ഞാൻ വരാറുണ്ട്. ആ സമയത്ത് ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. 2 വർഷത്തിനിടയിൽ ഇതിന് സംഭവിച്ച മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് ക്ലച്ച് അസംബ്ലി എല്ലാം മാറ്റി തന്നിട്ടുണ്ട് KVR ഡ്രീംസ്. പിന്നെ ഇതിൻ്റെ 4 ഡോറും ചേഞ്ച് ആക്കി തന്നിട്ടുണ്ട്. പുതിയ 4 ഡോർ അവർ മാറ്റി തന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്, ഡോറിൽ റസ്റ്റ് പിടിച്ചിട്ട് അത് പെയിൻറ് ഇളക്കി പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഞാൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർ പെട്ടെന്ന് തന്നെ 4 ഡോർ പുതിയത് ചേഞ്ച് ആക്കി തന്നു. ഓക്കെ, അത് കുഴപ്പമില്ല, ഡോറ് ചേഞ്ച് ആക്കിയാലും നമുക്ക് വണ്ടി ഓടിക്കാമല്ലോ എന്ന് സന്തോഷത്തോടെ ഞാൻ വണ്ടി തിരിച്ചെടുത്തു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വണ്ടിയുടെ ഡോറിൻ്റെ ക്വാളിറ്റി എന്താണ്? 1 വർഷത്തിന് ശേഷം ഈ ഡോറ് പൊളിഞ്ഞു വീഴുക എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാളിറ്റി എന്താണ്? ടാറ്റയോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ ലക്ഷങ്ങൾ ചിലവാക്കി നമ്മളൊരു വണ്ടി വാങ്ങുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ എന്താണ് അഷ്യൂർ ചെയ്യുന്നത്? ഞാൻ ഇത് ഈ ചൂണ്ടിക്കാണിച്ചപ്പോൾ നിങ്ങൾ 4 ഡോർ മാറ്റി തന്നു, പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലാവുന്നു. എനിക്ക് ടാറ്റ കസ്റ്റമറോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ, നിങ്ങൾ വണ്ടി വാങ്ങിക്കോളൂ, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യണം. ഇതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് എനിക്ക് ഭംഗിയായി മനസ്സിലായിട്ടുണ്ട്. വെറും 2 വർഷം കൊണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ക്ലച്ച് അസംബ്ലി മുഴുവൻ മാറ്റുകയും ഇതിൻ്റെ 4 ഡോറ്, ഇനി ഇതിൻ്റെ എൻജിൻ മാത്രമേ മാറ്റാനുള്ളൂ. അതും എനിക്ക് തോന്നുന്നു അവർ പെട്ടെന്ന് തന്നെ മാറ്റിത്തരും. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിൻ്റെ എന്താണ് പ്രശ്നം? ഇത് റോഡിൽ ഇറക്കാൻ പറ്റുന്നതാണോ എന്നതാണ്. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം ക്ലച്ച് ഇഷ്യൂസാണ്. ഈ ക്ലച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് നമ്മൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുകയാണ്. നമ്മൾ സ്ലോ മൂവിങ് ട്രാഫിക്കിലൂടെ പോവുകയാണെങ്കിൽ മോസ്റ്റ്ലി നമ്മൾ ക്ലച്ച് കുറച്ചധികം യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ലോ മൂവിങ് ട്രാഫിക്കിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലച്ച് കുറച്ചധികം യൂസ് ചെയ്യുമ്പോൾ ക്ലച്ച് ഹീറ്റാവുകയും ക്ലച്ച് ഉള്ളിലോട്ട് വലിഞ്ഞു പോവുകയും ചെയ്യുന്നു. അപ്പോഴാണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്നത്. ഈ ഒരു കാര്യം ഞാൻ ആദ്യമേ നോട്ട് ചെയ്ത് KVR ഡ്രീംസിൻ്റെ ടെക്നീഷ്യനെ അറിയിക്കുകയും അവരെ ടീംസിനെ അറിയിക്കുകയും അവരോട് കാര്യങ്ങൾ എക്സ്പ്ലനേഷനൊക്കെ കൊടുത്ത് അവർ ചെക്ക് ചെയ്ത് വീണ്ടും എനിക്ക് വണ്ടി തിരികെ തന്നു. വീണ്ടും 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ബ്രേക്ക് ഡൗൺ ആയി. വീണ്ടും ഇതേ അവസ്ഥയാണ്. എപ്പോഴൊക്കെ വണ്ടി റോഡ് മേൽ ഇറക്കുന്നു അപ്പോഴൊക്കെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുന്നു. ഇതിൻ്റെ എന്താണ് കാരണം എനിക്കിപ്പോൾ അടുത്ത കാലത്താണ് പിടികിട്ടിയത്. ഇത് എപ്പോൾ ബ്രേക്ക് ഡൗൺ ആവുന്നു അപ്പോൾ KVR ഡ്രീംസ് ഈ വണ്ടി എടുത്ത് പോകുന്നു അവരെ വർക്ക്ഷോപ്പിലേക്ക്. അവർ ഒന്നും ചെയ്യുന്നില്ല, അവർ നേരെ പിറ്റേ ദിവസം വണ്ടി റെഡി ആവുന്നു, നിങ്ങളെടുത്ത് പോയിക്കോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് ഒരു പരിഹാരം ഇതുവരെ അവർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഈ ടാറ്റ ഹാരിയർ എത്ര തവണ ബ്രേക്ക് ഡൗൺ ആയെന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം അത്രയും തവണ കൂടുതൽ ഇത് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. ഈ ടാറ്റ ഹാരിയർ കൂടെ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആവുന്നത് കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇത് ക്ലച്ച് ഹീറ്റാകുന്ന സമയത്ത് ബ്രേക്ക് ഡൗൺ ആവുകയും ക്ലച്ച് തണുക്കുന്ന സമയത്ത് ക്ലച്ചിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ ഓക്കെ ആവുകയാണ് ചെയ്യുന്നത്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, ഈ വണ്ടി ഈ ടാറ്റ ഹാരിയർ ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇത് അവർ എടുത്തുകൊണ്ട് പോവുകയും പിറ്റേ ദിവസം അവർ അതിനൊന്നും ചെയ്യുന്നില്ല, പിന്നീട് അതെനിക്ക് തിരിച്ചു തരികയും ആണ് ചെയ്യുന്നത്. KVR ഡ്രീംസ് കണ്ണൂർ അവിടുത്തെ മാനേജേഴ്സൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ചിരി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ടെക്നിക്കലി നമുക്ക് അറിയില്ലെങ്കിലും അവരുടെ ആൻസർ, അവർ ടെക്നിക്കലി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അവർ പറയുന്നത് കേട്ട് ഞങ്ങൾ ചിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആൻസർ എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. വളരെ വളരെ ചൈൽഡിഷായ ആൻസറാണ് അവർ നമുക്ക് തരുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജനങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെ മാനുഫാക്ചറിങ് ഡിഫക്ട്സ് ഉള്ള വണ്ടികൾ പാവങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് പണമുണ്ടാക്കിയാണ് ടാറ്റയും അവരുടെ ഡിസ്ട്രിബ്യൂട്ടർ KVR ഡ്രീംസും ചെയ്യുന്നത്.
അപ്പോൾ ഇതിനെ നമ്മൾ വഴങ്ങിക്കൊടുത്തുകൂടാ. ഇതിനെതിരെ പ്രതികരിക്കണം. കാരണം ലക്ഷങ്ങൾ നമ്മൾ ചിലവാക്കിയ നമ്മുടെ ദൈനംദിന ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയ വണ്ടി എടുക്കാൻ പറ്റുന്നില്ല, മുഴുവൻ സമയവും ബ്രേക്ക് ഡൗൺ ആണ് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്തംഭിക്കുന്നു. മാനഹാനി, പണനഷ്ടം എല്ലാം നമ്മളെന്തിനു ചുമക്കുന്നു? ഇവർ പണമുണ്ടാക്കുന്നു, നമ്മളിതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നു. ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം കിട്ടിയിട്ടില്ല. KVR ഡ്രീംസോ ടാറ്റ ടീംസോ എനിക്കിതിന് റീപ്ലൈ തന്നിട്ടില്ല. എന്താണ് ക്വാളിറ്റി ഓഫ് ഡോർസ്, അതിൻ്റെ ക്വാളിറ്റി എന്താണ് അതെനിക്ക് മനസ്സിലായിട്ടില്ല. സെക്കൻഡ്ലി, ക്ലച്ച് എന്താണ്? സ്ലോ മൂവിങ് ട്രാഫിക്കിൽ ഒരു 15-20 മിനിറ്റ്സ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ക്ലച്ച് പോകുന്നു? ഇതിനും എനിക്ക് ആൻസർ കിട്ടിയിട്ടില്ല. ഇത് ശരിക്കും ടാറ്റ ആൻഡ് KVR ഡ്രീംസ് ഇവർ ജനങ്ങളെ ചീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു പ്രതിവിധി അല്ലെങ്കിൽ ഇതിനൊരു സൊല്യൂഷൻസ് ഇതുവരെ എനിക്ക് തരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരെ ഈ ചീറ്റിങ്ങിനെതിരെ ജനങ്ങൾ കൃത്യമായി പ്രതികരിക്കണം. ഇപ്പോൾ ഞാൻ കൺസ്യൂമർ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാൻ പോവാണ്. കാരണം ഇതുകൊണ്ട് ഇനി എനിക്ക് ഉപകാരമില്ല. ഇതെടുത്ത് റോഡിൽ പോകാൻ എനിക്ക് പറ്റുന്നില്ല, സ്ലോ മൂവിങ് ട്രാഫിക്കിലേക്ക് പോകാൻ പറ്റുന്നില്ല, ലോങ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഇതിനെ കൊണ്ട് എന്താണ് ഉപയോഗം? നമ്മൾ ഒരു കേസ് കൊടുത്തോണ്ടോ ഷോറൂമിൽ കയറി ബഹളം ഉണ്ടാക്കിയോണ്ടോ ഇതിനൊരു പ്രതിവിധിയില്ല. ഇതിനൊരു പ്രതിവിധി ഒന്ന് മാത്രമാണ്. ഇത് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.